ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയൊരു നിമിഷം പോലും ഈ തറവാട്ടിനകത്ത് 3 എണ്ണത്തിനെയും കണ്ടുപോകരുത്. അവരെ ഒന്നും പറയണ്ട. നവീന്റെ കാര്യത്തിൽ അവർക്കുള്ള നിരാശ അവരിങ്ങനെ തീർക്കാൻ നോക്കിയെന്ന് കരുതിയാ മതി. പാവങ്ങളല്ലേ, ക്ഷമിച്ചേക്കും. എന്തിനാ നിക്കുന്നേ? കേറി പൊടി. ഉദയനും നിർമ്മല ഇവിടെ ഇറങ്ങണമെങ്കിലേ ഇവിടെ ചോര വീഴണം. അമ്മേ, അമ്മയുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്. അമ്മ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ മാനം നഷ്ടപ്പെട്ട ഇവളെ പിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ മുന്നില്, അമ്മയുടെ മടിയില് ഞാൻ ഇവളുടെ കഴുത്ത് അറുത്തിടും. നിർമ്മലയാ പറയുന്നത്. മോനെ നവീനെ, നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ, കുട്ടിക്കാലം മുതലുള്ളതല്ലേ. എന്നിട്ടൊരു കാശുകാരി പെണ്ണെ കണ്ടപ്പോ നീ അവളുടെ പുറകെ എന്റെ മോളെ മറന്നു. എന്നിട്ടും ഇവളുടെ ഹൃദയം തകർന്നപ്പോ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്, നിന്നെ മറക്കാൻ വേണ്ടി. എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചല്ലോടാ. ഇതിനൊക്കെ ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അമ്മേ, കളരിക്കൽ കുടുംബത്തിന്റെ അകത്തളത്തിൽ വെച്ച് ഈ പ്രശ്നം ആരും അറിയാതെ പരിഹരിച്ചാൽ കുടുംബത്തിന്റെ മാനം കാത്തുരക്ഷിക്കാം. അതല്ല എങ്കിൽ ഈ കോലത്തില് ഞാൻ എന്റെ മോളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പിന്നെ ഈ ജന്മം കളരിക്കൽ കുടുംബത്തിലെ ഒരാൾക്കും തലയുയർത്തി നടക്കാൻ പറ്റില്ല. മനസ്സിലായോ? മാഡം, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താ? ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ നവീൻ? ഛേ, ആരെങ്കിലും അറിഞ്ഞാ സിത്താര മാമിന് എന്താ നാണക്കേടായിരിക്കും. ഇല്ല സിനി ചേച്ചി, നവീൻ എനിക്ക് നന്നായിട്ട് അറിയാം. നവീൻ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. സ്വന്തം അമ്മയും പോലും നവീനെ ന്യായീകരിച്ച് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ മാഡത്തിന് വേണ്ടത്? ഇതിൽ എന്തോ ചതിയുണ്ട് സിനി ചേച്ചി. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ദാദാ മാഡം, നിർമ്മല, അമ്മേ, ഇതാ കീർത്തിയുടെ കഴുത്തില് നവീൻ അണിയിക്കാനുള്ള താലിമാല. അമ്മ തന്നെ ഇത് അനുഗ്രഹിച്ച് നവീനെ ഏൽപ്പിക്കും. നിർമ്മലേ, വേറൊരു കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് നിന്റെ വിലപേശൽ, അല്ലേ? അതിന്ന് തന്നെ കൂട്ടിക്കോ. എന്താ സുമിത്രേ, മകന്റെ കാര്യത്തില് ഇനി ന്യായീകരണം വല്ലതും ഉണ്ടോ? ഉണ്ടോന്ന്? നിർമ്മലേ, നീ എന്തിനാ അവരോട് കിടന്ന് കെഞ്ചാൻ പോകുന്നത്? നാലുമല ഏൽപ്പിക്കേണ്ടത് ഇവനെയല്ലേ? ഇങ്ങോട്ട് നീ മര്യാദക്ക് കീർത്തിയുടെ കഴുത്തിൽ താലിയിട്ട്. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അമ്മാവനാണെന്നുള്ള സ്ഥാനമൊന്നും ഞാൻ നോക്കില്ല. എല്ലാത്തിനും ഈ നിമിഷം ഞാൻ ഇവിടെ അടിച്ചിറക്കും. പിന്നെ അമ്മയുടെ ഭീഷണി, കീറി പറഞ്ഞ വസ്ത്രമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നുള്ള ഭീഷണി. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ എനിക്കറിയാം. ആഹാ, നീ എങ്ങനെ തെളിയിക്കുന്ന? ഈ കാലത്തൊരു പെണ്ണ് അവളുടെ ദേഹത്തൊരുത്തൻ തൊട്ടൊന്നൊരിക്കൽ വിളിച്ചു പറഞ്ഞ പിന്നെ കാത്തിരിക്കുന്നത് 10-12 വർഷമൊന്നുമല്ല, ആയുഷ്കാലവാ. എന്റെ മോള് പറയുന്നത് തെറ്റാണെന്ന് നീ ഒന്ന് തെളിയിച്ചു കാണിക്ക്. തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. നീ ഇതുവരെ പോയില്ലേ? എന്ത് കാണാനാ നീ ഇവിടെ നിൽക്കുന്നേ? എനിക്ക് വേണമെങ്കിൽ ഇറങ്ങി പോവായിരുന്നു. പക്ഷെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടപ്പോ അതിന്റെ സത്യം അറിഞ്ഞിട്ട് പോവാള്ളൂ എന്ന് കരുതി. നവീൻ, ആ മുറി ഓഫീസ് മുറി ആയിട്ട് കൂടിയല്ലേ യൂസ് ചെയ്യുന്നേ? അതെ. അപ്പൊ അവിടെ CCTV ഉണ്ടാവില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ ആ ഫൂട്ടേജ് നോക്കിയാൽ മതിയല്ലോ, മുറിയിൽ എന്താ സംഭവിച്ചെന്നറിയാൻ. അത് ശരിയാണല്ലോ. എങ്കിൽ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോ എടുത്തിട്ട് വരാം. പിന്നെ എന്ത് ചെക്ക് ചെയ്യാൻ? ഇവളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണോ കളരിക്കൽ കുടുംബത്തില് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ?
എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയില്ലേ ഇപ്പൊ നിർമ്മലേ. ഇനി അതും കൂടി ഒന്ന് നോക്കാം. കീർത്തി പറയുന്ന പോലെ നവീൻ തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ട ഒരു നിമിഷം പോലും അവരുടെ വിവാഹം വൈകില്ല. സാറേ, സംഭവം ഇതിനകത്തുണ്ട്. പ്ലേ ചെയ്യാലോ? ദാ എന്താ നീ ചെയ്തതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? ഉദയ, എങ്ങനെയാടാ നിനക്ക് ഇത്രയും നാണം കെട്ടവനായി തീരാൻ തോന്നിയത്? അന്തസ്സിന്റെ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം മോളെ കൊണ്ട് ഇങ്ങനെയൊരു നാടകം കളിപ്പിക്കുമായിരുന്നോ? എത്ര പെട്ടെന്നാ നീ നിലവിളക്കെടുത്തത്? എത്ര പെട്ടെന്നാ കുടുംബത്തിനെതിരെ കേസ് കൊടുക്കാൻ നീ തയ്യാറായത്? നിർമ്മലേ, ഇത്രയൊക്കെ നീ ചെയ്തു കൂട്ടിയിട്ടും എന്റെ മകൻ സഹിച്ചു നിന്ന് കണ്ടില്ലേ? ഈ പാപമൊക്കെ നിങ്ങളെ എവിടെ കൊണ്ടുപോയി കളയാനാ? ഇനിയൊരു നിമിഷം പോലും ഈ തറവാട്ടിനകത്ത് 3 എണ്ണത്തിനെയും കണ്ടുപോകരുത്. അവരെ ഒന്നും പറയണ്ട. നവീന്റെ കാര്യത്തിൽ അവർക്കുള്ള നിരാശ അവരിങ്ങനെ തീർക്കാൻ നോക്കിയെന്ന് കരുതിയാ മതി. പാവങ്ങളല്ലേ, ക്ഷമിച്ചേക്കൂ. എന്തിനാ നിക്കുന്നേ? കേറി പൊടി. നീ എന്തിനാടി നിക്കുന്നേ? പൊടിയാത്ത്. കഥ താങ്ക്സ്. പെട്ടെന്നുള്ള കീർത്തിയുടെ പെരുമാറ്റത്തില് എന്റെ മനസ്സൊന്ന് പതറിപ്പോയി. അത് താനിവിടെ ഉള്ളതുകൊണ്ടാ. എനിക്കറിയാം നവീൻ. കളരിക്കൽ തറവാട് മോളോട് കടപ്പെട്ടിരിക്കുന്നു. മോക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ അവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവസരം കൊടുത്ത അച്ഛനും അമ്മയും മോളും കൂടെ ഇനിയും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും. മോളെ, ഭർത്താവും ഭാര്യയും പരസ്പരം കൈത്താങ്ങാവേണ്ടവരാ. നവീന്റെ ജീവിതത്തിൽ ഇവൻ ഏറ്റവും വലിയ തുണയായിരിക്കും നീ എന്ന് നീ തെളിയിച്ചു.